സർഗവേദികളെ സ്വർഗഭൂമികളെ യവനികഞ്ഞൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയായി സർഗവേദികളെ സ്വർഗഭൂമികളെ യവനികഞ്ഞൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയായി കാലം കഥകളിൽ ഉണരുകയായി സർഗവേദികളെ പടരുകയാണൊരു പുതിയ വിഭാതം, പടരുകയാണതിശോണയുഗാന്തം. വിടരുകയാണൊരു പുതിയ വിഭാതം, പടരുകയാണതിശോണയുഗാന്തം. തുടരുക പുരുഷാർത്ഥത്തിൻ ധീര സ്മരണകളുതിരും ജനപഥഗീതം ജനപഥഗീതം. സർഗവേദികളെ സ്വർഗഭൂമികളെ നാടകം അടിച്ചമർത്തപ്പെട്ടവന്റെ വേദനയിൽ നിന്നും ഉയർന്നു വന്ന രോഷവും കലാപവുമാണ്. ഓരോ കാലഘട്ടങ്ങളിലും നാടകങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രമേയങ്ങൾ ഇന്ന് ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഇടിമുഴക്കമായും വേദനയായും ഇന്നും തങ്ങി നിൽക്കുന്നു. പ്രമേയങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, പ്രതികാരമായാലും രാഷ്ട്രീയമായാലും പ്രണയമായാലും സൗഹൃദമായാലും ആക്ഷേപഹാസ്യമായാലും പച്ചയായ ജനത്തിന്റെ പച്ചയായ ആവിഷ്കാരമായിരുന്നു നാടകങ്ങൾ. ഈ ആധുനിക കാലഘട്ടത്തിൽ പാർട്ടികളും സമുദായങ്ങളും മതങ്ങളും ആചാരങ്ങളും മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് ഉടലെടുക്കുന്ന ഈ ലോകത്തെ മതസൗഹാർദ്ദം അന്നും ഇന്നും എന്നും മനുഷ്യന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മതസൗഹാർദ്ദം എന്ന ഓർമ്മപ്പെടുത്തൽ അത്യന്താപേക്ഷിതമായ ഈ സമയത്ത് അതൊരു സന്ദേശമായി ഉൾക്കൊണ്ട് വോയിസ് ഓഫ് കോളമിന്റെ കലാകാരന്മാർ ആക്ഷേപഹാസ്യം വെടിഞ്ഞ് അമച്ചർ നാടകവുമായി ആദ്യമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അറിഞ്ഞില്ലേ, നമ്മുടെ കശുമാവിൻ തോട്ടത്തിൽ ഒരു ദേവി വിഗ്രഹം മുളച്ചു പൊന്തിയിട്ടുണ്ടത്രേ. ഞാൻ കേട്ടു കുട്ടിച്ചേട്ടാ. അല്ല, ചിന്നമ്മ എന്താ കാണാൻ പോവാഞ്ഞേ? കുറുപ്പമാവ് അങ്ങോട്ട് പോയിട്ടുണ്ട്, വരുമ്പോ വിവരം അറിയാം. അതെയോ? എന്നാ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അവിടെ ജനം തടിച്ചു കൂടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ശരി ചിന്നമ്മേ.
നമ്മൾ ഈ ബൈക്കൊന്ന് പോയപ്പോ കയറിയുള്ളൂ എന്റെ മോളെ. അത്രമാർക്ക് ഇവിടെ ഇരിക്കും. ഞാൻ ഒന്ന് പശുവിന് കൊടുത്തിട്ട് വരാം. എന്തോ ഒരു പേരാ. അമ്മ. അല്ല അത്രമാർക്കപ്പ ഈ വെയിലും കൊണ്ടിട്ട് എവിടെ പോയിട്ട് വരിക? ഒന്നും പറയണ്ട മോളെ. നമ്മൾ ടൗണിൽ വരെ ഒന്ന് പോരാ. നേരം പുലച്ചക്കത്തെ ബസ്സിൽ പോരാ. ഇപ്പോഴൊന്നും വരാൻ കഴിയും. അതെന്താ കാര്യം? നമ്മളെ പുര കെട്ടാനായിട്ട് സർക്കാർ ഓഫീസിലേക്ക് നമ്മൾ ഒരു അപേക്ഷ അയച്ചു. 2000 മുമ്പ് കായ് പാസ്സാതെന്ന് പറഞ്ഞതാണ്. അത് വാങ്ങാനെ കൊണ്ട് പോയതാണ്. പോകുമ്പോ പറയും പിന്നെ വായോ നമ്മൾ കുഴഞ്ഞു പോണേ. അല്ല അത്രമാർക്ക രൂപ കിട്ടപ്പോ എന്തപ്പ തടസ്സം? അതല്ലേ ഞമ്മക്കും മനസ്സിലാവാത്തത്. രൂപ കിട്ടാൻ ഞമ്മക്ക് മനസ്സിലാത്ത നമ്മളാ ചെക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഓഫീസിൽ 2-3 മാറി പോയതാണ്. പിന്നെ ഈ കാറ്റിലൊക്കെ ഇടപെട്ടിരിക്കുന്നത് നമ്മുടെ ഓത്ത് പരമു നീർക്കോലി മത്തായി വലിയ ഓഫീസറെ കണ്ട് കായ് പറയാൻ പാടില്ലായിരുന്നോ? അതിന് അവര് സമ്മതിക്കൂലല്ലോ. ആര്? നീർക്കോലി മത്തായി ഓന്ത് പരമുന്ന്. അവരെന്താ സമ്മതിക്കാത്തെ? അവരാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അവര് വലിയ രാഷ്ട്രീയക്കാരല്ലേ. ഭയങ്കര പിടിപാടാത്തരവര്. മോളെ കണക്കിനാണെങ്കിൽ നമ്മുടെ കായ് പോയി എന്നാ നമുക്ക് തോന്നുന്നത്. അത് ശരി അത്രമാർക്ക. ആ രൂപ അവരെന്തായാലും പോക്കറ്റിലിട്ട് കാണും. നമ്മൾ പോരേ നിൽക്കുന്ന 2 ആടിനെ വിട്ടിട്ടാണ് മോളെ കായ് കൊടുത്തത്. എന്താ ചെയ്യാ? അല്ല അത്രമാർക്ക ഇരുമ്പ് കുടിച്ച വെള്ളം കക്കുമോ? കത്തിക്കൂ. ഈ അദ്രമാന് കത്തിക്കൂ. നമ്മളോട് വേലടക്കാൻ വന്ന അവരെ മയ്യത്ത് നമ്മൾ എടുക്കുക. എങ്കിൽ അത്രമാർക്ക് ഒരു കാര്യം ചെയ്യും. അവരുടെ സഹായിക്കാതെ നേരിട്ട് ചെന്ന് വലിയ ഓഫീസറോട് കാര്യം തിരക്ക്. മോളെ വലിയ ഓഫീസറും കൈക്കൂലി ചോദിച്ചാലോ? ഈ ധാരണയാണ് മാറേണ്ടത്. പണമുള്ള ആൾക്കാരെ അവരുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കും. ഇതുകൊണ്ട് ഇപ്പൊ സാധാരണക്കാരാ ബുദ്ധിമുട്ടുക. എന്ത് തന്നെ വന്നാലും ശരി അത്രമാർക്ക് കൈക്കൂലി കൊടുക്കണ്ട. അത്രമാർക്ക് രൂപ കിട്ടാൻ നോക്കാലോ. ഇത് എവിടുത്തെ കാര്യമാണ് എന്റെ മോളേജ് പറയുന്നത്? അന്നെ കെട്ടിച്ച അനക്ക് പെറണോച്ച് പോലും കൊടുക്കണം കൈക്കൂലി. അറിയോ? കൈക്കൂലി കൊടുക്കാൻ കായില്ലാണ്ട് നമ്മൾ അനുഭവിച്ച വേദന ഇന്നിന്റെ കൽബിലുണ്ട്. വർഷം മുമ്പ് എന്റെ ബീവി 4ാമത്തെ കുട്ടിനെ വയറ്റി ചുമക്കുന്ന കാലം. അന്നാണെങ്കിൽ ഒരു ദിവസം രാത്രി വല്ലാത്ത വേദന. അന്ന് നമ്മുടെ കരയിൽ ഒരു ആശുപത്രി ഇല്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ടൗണിലുള്ള സർക്കാർ ആശുപത്രിക്ക് കൊണ്ടുപോയി. പക്ഷേങ്കില് അവിടുത്തെ ഡോക്ടർമാർ പറയാം പരിശോധിക്കാൻ പറ്റൂല. എന്താ? കൈക്കൂലി കൊടുക്കാൻ കായില്ലാത്തതുകൊണ്ട്. അവസാനം വയറോടെ അവിടെ വെച്ച് മയ്യത്തായി മോളെ. നേതാക്കന്മാരും സാറുമാരും നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലൂ. ഇന്റെ പുറ കെട്ടിയില്ലെങ്കിൽ അവർക്കെന്താ? നമ്മളൊക്കെന്താ അവരെ മൂത്താപ്പ? നമ്മക്ക് കായ് കിട്ടൂല മോളെ. കാരണം നമ്മളൊക്കെ കൈതകളാണ്. വെറും കൈതകള്. അല്ല ഇതൊക്കെ പോട്ടെ. എന്റെ അപ്പച്ചനും ശങ്കരക്കുറുപ്പ് എന്തേ? അപ്പച്ചനും ചേട്ടനും കൂടി പാടത്ത് പോയിക്കുക. കുറുപ്പന്മാരാണെങ്കിൽ ദേവി വിഗ്രഹം കണ്ടെടുത്തേക്കും. എവിടെ? അദ്രമാർക്ക് അറിഞ്ഞില്ലേ? പുഴയറുമ്പിലുള്ള കശുമാവന്തോട്ടത്തില് ഇന്ന് രാവിലെ സംഭവം. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അവിടെ കൂടിയിട്ടുണ്ട്. നേരാ മോളേക്ക് പറഞ്ഞത്? നേരാണ് അദ്രമാർക്ക. അതെന്നെ നമ്മളൊന്നും അതുവരെ പോയിട്ട് വരാം. വീട്ടിലാണ് കുട്ടികൾ മക്കളും ഒറ്റ. അച്ഛനോട് പോയി കശുമാവന്തോട്ടത്തിൽ പോയിക്കുക. അവരെന്താടി അണ്ടി വർത്തനുണ്ടോ? ചന്ദ്രേട്ടൻ അറിഞ്ഞില്ലേ? കശുമാവന്തോട്ടത്തില് ദേവി വിഗ്രഹം കണ്ടെടുത്തത്. ഓ, വരുന്ന വഴിക്ക് കടലിൽ വെച്ച് ആരെ പറഞ്ഞത് കേട്ടു. നേരാണോ ചിന്നമ്മേ? നേരാണ് ചേട്ടാ. ഇവിടെ എല്ലാരും കാണാൻ പോയിക്കുക. പശുവിനെ തിരിക്കാൻ പോയ ഒരു ചെക്കൻ അത്രേ ആദ്യം കണ്ടത്. ഭാഗ്യം ചെയ്ത പോലെ അവിടെ ഇപ്പൊ പൂജയും മറ്റും നടന്നുകൊണ്ടിരിക്കുക. വിഗ്രഹത്തിനകത്ത് പ്രതിഷ്ഠിച്ച ഒരു അമ്പലം പണിയുമെന്നാ പറഞ്ഞേ. കൊള്ളാം. മനുഷ്യന് കിടക്കാൻ കിടപ്പാടമില്ലെങ്കിൽ എന്താ? അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും ഇവിടെ ധാരാളം ഉയരുമല്ലോ. നല്ല കാര്യം തന്നെ.
നല്ലതല്ലേ? നല്ലതല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷേ അധികമായാൽ അമൃതം വിഷമാണ്. എന്തായാലും ഈ കാര്യമുള്ളവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ദേവിയെ കൂടി ദർശിക്കാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചല്ലോ. നല്ല കാര്യം. ചേട്ടൻ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണെന്ന് എനിക്ക് നന്നായി അറിയാം. വിശ്വാസം എന്നത് സൽഗുണന്റെ ഗുണമാണ്. ഞാനും ഒരു വിശ്വാസം തന്നെയാണ്. പക്ഷേ അന്ധമായ വിശ്വാസം ദുർബല ഹൃദയയുടെ മതമാണ്. ഇവിടെ അന്ധവിശ്വാസങ്ങൾ പെരുകയാണ്. അവരുടെ നിയമങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ചിന്നമ്മേ. എന്റെ ഈശോയെ, ആ കുറുപ്പമാവൻ എത്ര വലിയ ദൈവവിശ്വാസിയാ. അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇങ്ങനെയായി പോയെന്ന് ഞാനും ഒരു വിശ്വാസം തന്നെയാണ്. പക്ഷേ മനുഷ്യരെക്കാൾ കൂടുതൽ മതങ്ങളെ സ്നേഹിക്കുന്ന ഈ നാട്ടിൽ ഞാനൊരു മനുഷ്യ സ്നേഹിയാണ്. എന്റെ അച്ഛനും നിന്റെ അപ്പച്ചനും ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ്. പക്ഷേ മതവിശ്വാസി തകർന്നു പോകുന്ന മനുഷ്യ സ്നേഹമേ അവർക്കുള്ള ചിഹ്നമേ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. എത്രയോ കാലങ്ങളായി നമ്മൾ ഇവിടെ അയൽക്കാരായി ജീവിക്കുന്നു. ഇതുവരെ മറത്തിന്റെ വല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അപ്പച്ചനും ചേട്ടന്റെ അച്ഛനും ആത്മസുഹൃത്തുക്കളെ പോലെയല്ലേ കഴിയുന്നത്? ചേട്ടനും തങ്കച്ച ചേട്ടനും സഹോദരങ്ങളെ പോലെയല്ലേ ജീവിക്കുന്നത്? നമ്മുടെ ഈ രണ്ട് കുടുംബവും എന്നും ഇതുപോലെ കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. വർഷങ്ങളായി ആർക്കും സംശയത്തെ ഇടം കൊടുക്കാതെ നമ്മൾ ഇവിടെ സ്നേഹിച്ചു കഴിഞ്ഞു. ഇതിന്റെ അവസാനം എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം. ആത്മമിത്രങ്ങളെ പോലെ കഴിയുന്ന നമ്മുടെ വീട്ടുകാർ നമ്മുടെ ബന്ധം അറിഞ്ഞാൽ അവർ നമ്മളെ വെറുക്കും. ഈ നാട്ടുകാർ നമ്മുടെ ശത്രുക്കളായി കാണും. ആരെതിർത്താലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ചിന്നമ്മേ, അച്ഛന് ദേവി ദർശനം കാര്യമായി ശ്രദ്ധിച്ച പറ്റുണ്ടല്ലോ. ചിന്നമ്മേ, അവൻ തൂമ്പാവയ്ക്കാൻ അപ്പുറത്താട്ട് പോയിട്ടുണ്ട്. കട്ടൻകാരി പിള്ളേടി കൊച്ചേ. ആ എന്നാ കുറച്ചിങ്ങട്. എന്നാ ചൂടാ. വീടിയില്ലാടാ തങ്കച്ച നിന്റെ കയ്യിൽ ഉണ്ടപ്പച്ച. ആ എന്നാ പറയണ്ടെങ്കിൽ താ. അല്ലേ വേണ്ട, വല്ലതും കഴിച്ചേച്ചും പഠിക്കാം. ആ പശുവിനും താറാകൾക്കും വല്ലതും തിന്നാൻ കൊടുത്തോടി. ആ പശുവിനെ നന്നായി നോക്കണം കേട്ടോ. വേറെടുത്ത് നിൽക്കുന്ന പശുവാ. എടി ചിന്നമ്മേ, ഇത്തിരി വെള്ളം ചൂടാക്കി എനിക്കൊന്ന് കുളിക്കണം. എനിക്കൊന്ന് മാറ്റി വെള്ളം ചൂടാക്കാം. ഒന്ന് ചൂടാക്കി കൊടുക്ക് പെണ്ണേ. അവൾ എന്നും ഇങ്ങനെ കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. ശരിയാ, പക്ഷേ ഈ വരുന്ന ചിങ്ങത്തിൽ അവൾക്ക് വയസ്സ് 20 അവളെ കെട്ടിച്ചയക്കണ്ടേ? ഓ 20 വയസ്സ് അത്ര വലിയ പ്രായമൊന്നുമല്ല. 2-3 വർഷം കൂടി അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. നിനക്കത് പറയാം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണം. അതാണ് അതിന്റെ ശരി. അല്ല, അവളെ മാത്രം കെട്ടിച്ചയക്കാമെന്ന് വെച്ചാൽ ഇവിടെ വല്ലത് വിൽപ്പുണ്ടോ സ്ത്രീധനമായി കൊടുക്കാൻ? ആകെ ഉള്ളത് ഒരു ഇത്തിരി മണ്ണ. അത് വിൽക്കാൻ പറ്റുമോ? ഒരു മാറ്റക്കല്യാണം ആയിരുന്നേ. സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും അറിയണ്ട കേട്ടോ. അപ്പച്ചൻ പറയുന്നത് ശരിയാ, പക്ഷേ ഒരു പക്ഷേമില്ല. നീ ഞാൻ പറയുന്നത് കേട്ടേച്ചാ മതി. എന്താണ് അപ്പനും മോനും കൂടി തർക്കം? ചന്ദ്രനോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് കമ്പനിയിൽ നേരത്തേക്ക് പോന്നു. കമ്പനിയിൽ പണിമുടക്ക് ആരംഭിച്ചു. നേരത്തെ പോന്നു. ഇനി കുറച്ചു നേരത്തെങ്കിലും അച്ഛനെ ശല്യപ്പെടുത്താതെ വായ്ക്ക് രുചിയില്ല എന്തൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാലോ അച്ഛന്. അത്രയും അടുക്കള പണിയായിരിക്കും. കൊച്ചന്മാരെ, നിങ്ങൾക്ക് എന്താണ് വല്ല നേർച്ചയും ഇങ്ങനെ പെണ്ണ് കെട്ടാൻ നടക്കാൻ? ഷടാ, നാട്ടിലുള്ള 10-17 വയസ്സായ പിള്ളേരടക്കം പെണ്ണ് കണ്ടിക്കൊണ്ട് പറക്കുന്നു. ഇവിടെ 2 തടിമാടന്മാർ പെണ്ണും കെട്ടാതെ മൂക്കിൽ പല്ലും മുളച്ച് നടക്കുന്നു. ഇവനാണെങ്കിൽ പിന്നെ പെങ്ങളെ വെച്ച് വിളമ്പി കൊടുക്കുന്നുള്ള ഉദ്ദേശമാണ് നോക്കാൻ. താനോ? എടാ, നിന്റെ അച്ഛൻ ആ കുറിപ്പ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു ഞാനെന്നും കാണുന്നതല്ലേ? എടാ, കണ്ണി ചോരയില്ലടാ ഇങ്ങനെ ഇട്ട് അയാളെ കഷ്ടപ്പെടുത്താൻ. ശരിയാണ് വത്തിച്ചേട്ടാ. അച്ഛന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് എത്ര വട്ടം ഞാൻ പറഞ്ഞ ഒരു 2ാം കല്യാണം കഴിക്കാം. അച്ഛൻ തമ്മിക്കണ്ടേ? ഒന്നാകെ തന്നാലുണ്ടല്ലോ അച്ഛനെ കൊണ്ട്
പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്നു. എന്നാലും നിനക്കൊന്ന് കെട്ടിക്കൂടാ അല്ലടാ? സമയം വരട്ടെ വർക്കിച്ചേട്ടാ, എല്ലാം നടക്കും. ഹ, എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു. ഇവന്റെയും ചിന്നമ്മയുടെ കല്യാണം ഒരുമിച്ചങ്ങ് നടത്തണം. എടാ കുറുപ്പിന് ചുണയുണ്ടെങ്കിൽ അവൻ നിന്നെ ബലമായി പിടിച്ച് കെട്ടിക്കും. ചന്ദ്ര, ബലപ്രയോഗം വരുന്നുണ്ട്. പോടാ അവിടുന്ന്, അച്ഛനെ കളിയാക്കാതെ. ചിന്നമ്മേ, വെള്ളം ചൂടാക്കിയില്ലേടി? ഞാനൊന്ന് പുറത്തു പോയേച്ചും വരാം. അപ്പച്ചനെങ്ങോട്ടാ? ഷാപ്പിലേക്കാണോ? പോകുന്നതൊക്കെ കൊള്ളാം. കുടിച്ച് ബോധമില്ലാതെ റോഡരികിലെ കല്ലുകളും തകർത്തേച്ച് പോരടാ. പഞ്ചായത്തുകാർ കേസെടുക്കുന്ന കാലമാ. ഒന്ന് പോടാ ചെറുക്കണേ. കൊച്ചൻ പറഞ്ഞത് കേട്ടില്ലേ? അറിയിക്കുന്ന നമ്മൾ ആഗ്രഹിക്കാവോ? ചിന്നമ്മേ, ചിന്നമ്മേ, കശുമായി തൊട്ടത്തി മുളച്ചു വന്ന ദേവീഗ്രഹം കാണാൻ നീ പോയില്ലായിരുന്നു? ഞാനെങ്ങും പോയില്ല. അതെന്താ? എനിക്കതൊരു അത്ഭുതമായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് അത്ഭുതം തോന്നില്ലല്ലോ. ഈ വക കാര്യങ്ങളോടൊക്കെ എതിർപ്പുള്ളാണല്ലോ നീ. ഞാൻ എതിർക്കുന്നത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ്. വിശ്വാസത്തോടും ആചാരങ്ങളോടും കൂടുപെടുത്താൻ ഇന്ന് വരെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വിഗ്രഹം കണ്ടെടുത്തതിൽ നിനക്ക് എന്തുകൊണ്ട് അത്ഭുതമില്ല? എനിക്കതിൽ സംശയമുള്ളതുകൊണ്ട്. സംശയം? അതെ, ബോധപൂർവം മാറോ കുഴിച്ചിട്ട ദേവി വിഗ്രഹമാണ് ഇന്ന് അവിടെ കണ്ടെടുത്തതെന്ന് ഞാൻ സംശയിക്കുന്നു. വേണ്ടാതീനെ പറയാത്ര, എന്റെ തല തെറിച്ചു പോകും. മേ ദേവി, ഇവനെന്തേലും അറിയില്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്നോടൊക്കെ ദേവി ക്ഷമിച്ചാലും അച്ഛനോടൊക്കെ ദേവി ക്ഷമിക്കുമെന്ന് എന്റെ സംശയം. ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കണ എന്തിനാച്ചാ? ഞാൻ എടാ, 600 വർഷം പഴക്കമുള്ള ദേവി വിഗ്രഹമാ കണ്ടെടുത്തത്. അറിയാമോ നിനക്ക്? വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതായി പ്രശ്നത്തിലും തെളിഞ്ഞിട്ടുണ്ട്. ഞാനും കേട്ടു ചന്ദ്ര. ശരിയാക്കണമല്ലോ. എന്താടാ ശരിയല്ലാത്തത്? മുയന്നൂർ മനക്കിലെ ഗോപാലൻ നമ്പൂരിയാ പ്രശ്നം വെച്ചത്. അറിയാമോ? ഏത് നമ്പൂരായാലും ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അച്ഛനെ പോലുള്ള യഥാർത്ഥ ഈശ്വര വിശ്വാസികൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന എന്റെ പക്ഷം. എത്തരം കാര്യങ്ങൾക്ക് അച്ഛനറിയാമോ, ഇന്ന് വിഗ്രഹം കണ്ടെടുത്ത ആ കശുമാവിൻ തോട്ടം സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ആ ഭൂമിയിൽ തന്ത്രപരമായി ആരോ കളിച്ചതിന്റെ ഫലമാണ് ആ വിഗ്രഹം കണ്ടെടുത്തതെന്ന് ഞാൻ സംശയിക്കുന്നു. അച്ഛാ, നീ അനാവശ്യം പറയുന്നത്. അനാവശ്യമല്ല അച്ഛാ, അച്ഛന് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. ചൂക്കും എന്നെ മനസ്സിലാക്കി തരണമെന്നില്ല. നിനക്ക് മുഴുവട്ട് ഈ ക്രിസ്ത്യാനി കൊച്ചനായ തങ്കച്ചൻ പോലും വിശ്വസിക്കുന്നു. എന്നിട്ടാണോ നിനക്ക്? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ അനാവശ്യമായി ഇതേ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ മകനാണെന്ന് പറയാൻ നോക്കില്ല. കുറുപ്പമാവൻ പറഞ്ഞത് ശരിയല്ല ചന്ദ്ര. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ? ആരുടെയും വിശ്വാസം ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. നടക്കുന്ന കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ആ വിഗ്രഹത്തിന്റെ പേരിൽ ആ ഭൂമി തട്ടിയെടുക്കാനാണ് അച്ഛനെ കൂട്ടി ശ്രമമെങ്കിൽ അവരെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ ചന്ദ്രൻ ഉണ്ടായിരിക്കും. ഇവനിത് എന്ത് പറ്റി? ചന്ദ്രൻ പറഞ്ഞൊന്നും കുറുപ്പമാവൻ കാര്യാക്കണ്ട. എന്നാലും അവനൊരു ഹിന്ദു അല്ലേ തങ്കച്ച? അവനത് പറയാൻ പാടുണ്ടോ? ചന്ദ്രന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അല്ല തങ്കച്ച, അപ്പനവിടെ പോയി? അപ്പച്ചൻ പതിവ് സ്ഥലത്തേക്ക് പോയി. കുറുപ്പമാവൻ ഇന്ന് പച്ചയാണല്ലോ. പച്ചയാ? രാവിലെ മുതൽ ആ വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്തല്ലായിരുന്നോ? അപ്പ പിന്നെ ഇതൊന്നും പറ്റില്ലല്ലോ. ഒരു ചിരന് കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലാന്നുണ്ട്. ഇതെന്താണ് അപ്പച്ച? എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി മുങ്ങിയതായോമാര്. വിടരുത്, വിടരുത്, വിടരുത്. നിർത്തടാ. എന്റെ കാശ് എവിടെടാ? അത് ചെലവായി പോയി. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്റെ കാശ് എനിക്ക് ഇപ്പൊ വേണം. മന്ത്രിയെ
ഇല്ല. ഇപ്പൊ മന്ത്രിയുമില്ല, ഒരു പുണ്ണാക്കുമില്ല. ഞങ്ങള് കൃഷിമന്ത്രി കണ്ട് കാര്യം പറയാൻ പോയതല്ലേ? പിന്നെ അപ്പോഴേക്ക് കൃഷിമന്ത്രി രാജിവെച്ചില്ലേ? ഹൈ, അപ്പൊ മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി ഞങ്ങളെ പാർട്ടിക്കാരനല്ല. പിന്നെ വളം ചോദിക്കാൻ പറ്റുമോ? അപ്പൊ പറ്റില്ല. കൃഷിമന്ത്രി ആരോ നോക്കട്ടെ. വർക്കിച്ചേട്ടന് വളം ഞങ്ങൾ വാങ്ങിച്ചു തരും. ഇത് സത്യം സത്യം സത്യം. എനിക്ക് വളം വേണ്ട, ഒരു പുണ്ണാക്കും വേണ്ട. എനിക്ക് എന്റെ കാശ് ഇനി തന്നേച്ചാ മതി. ഞങ്ങള് പിന്നെ തരാം. പിന്നെ തരാമെന്ന് പറഞ്ഞാ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം. എടാ കൊച്ചനെ, നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ കുളത്തിൽ പൊങ്ങുന്ന സൈസായിമാര്. ഏടോ നേതാക്കന്മാരെ, ഇങ്ങനെ മനുഷ്യനെ പറ്റി ജീവിക്കാനാണ് പ്ലാനെങ്കിൽ ഈ കരയിൽ നിന്ന് തന്നെ ഓടിക്കും. പറഞ്ഞേക്കാം, ഞങ്ങൾ ഈ നാടിന്റെ വിധാതാക്കളാണ്. ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ജനസേവകരാണ്. ഞങ്ങളെ ആക്ഷേപിച്ചത് ഒട്ടും ശരിയായില്ല. ഇതിന് പകരം ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് ഇവന്റെ പട്ടി കിട്ടും. തന്റെ കാശ് കൊക്കണം കെട്ടോമാര്. അവരെ വിശ്വസിച്ച് പൈസ കൊടുത്ത തന്നെ വേണോ പറയാൻ? എന്നെ വർക്കി, താൻ ഞാനില്ലാതെ ഒറ്റക്ക് പോയി വന്നല്ലേ? ഒട്ടും ശരിയായില്ലോ. എടോ താ വിഷമിക്കാതെടോ. തനിക്കുള്ളത് ഞാൻ കൊണ്ടുവന്ന് അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ടോ. തനിക്ക് വിവരമുണ്ടോ? ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ കാണേണ്ടിയിരിക്കണേ. എന്ത് പറ്റി എത്ര പേർക്കാ? അപ്പൊ ഇച്ചൊന്നും അറിഞ്ഞില്ലേ? എന്തേ കഴിഞ്ഞ ആഴ്ച മുമ്പ് വിഗ്രഹം കണ്ടെടുത്ത കശുമാവിൻ തോട്ടത്തിൽ ഇപ്പൊ ഒരു കുരിശും പൊന്തി വന്നിട്ടുണ്ട്. ഇതിലൊരു അതിശയല്ലേ ചന്ദ്ര? അതിശയിക്കാൻ ഒന്നുമില്ല അത്രമാർക്കാ. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് അവിടെ പൊന്തി വരും. അതെനിക്ക് ഉറപ്പാ. കണക്കിനാണെങ്കിൽ പൊന്തി വരി എന്നെ ചെയ്യും. പക്ഷേങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് ഈ പൊന്തല് മുഴുവൻ നടക്കുന്ന കശുമാവിൻ തോട്ടത്തിലാണല്ലോ. ആ കശുമാവിൻ തോട്ടത്തിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. എങ്ങനെ? അത് സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയല്ലേ? മനസ്സിലായില്ല. ആ കശുമാവിൻ തോട്ടത്തിന്റെ വലതു ഭാഗത്ത് തോമസ് മുതലാളിയും ഇടതു ഭാഗത്ത് കുറുപ്പ് മുതലാളിയും വീടാണ്. അവർക്ക് തന്ത്രപരമായിട്ട് ആ സ്ഥലം കിട്ടാൻ വേണ്ടിയുള്ള കളിയാണ് ഈ വിഗ്രഹം കണ്ടെടുത്തതും കുരിശ് കണ്ടെടുത്തതും. അപ്പോഴും അവർക്ക് ആ ഭൂമി കിട്ടൂലല്ലോ. പിന്നെ അമ്പലും പള്ളിയും വരികയാന്നൊക്കെ പറഞ്ഞ ചെയ്യുന്ന കാര്യല്ലേ? അമ്പലവും പള്ളിയും വരുന്നത് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ മുതലാളിമാരുടെ വീടിനടുത്ത് പാവപ്പെട്ടവന്റെ ചെറ്റക്കുഴിയിൽ വന്ന അത് അവന്മാർക്കൊരു മനം പുരട്ടലല്ലേ? അല്ലേ? അത് വരാതിരിക്കാനുള്ള തന്ത്രപരമായ ഭയമാണ് ആ വിഗ്രഹം കണ്ടെടുത്തതും കുരിശ് കണ്ടെടുത്തതും. അത് ശരി. ഇതിന്റെ പേരിൽ ഇവിടെ പലതും നടക്കും. വിശ്വാസികളും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടും, മതങ്ങളും ഏറ്റുമുട്ടും. ഇവിടെ ചോരച്ചാലുകൾ ഒഴുകും. അത് തന്നെയാണ് അവരുടെ ആവശ്യം. ഏയ്, അങ്ങനെ ഒന്നും ഉണ്ടാവൂല ചന്ദ്ര. നമ്മളെ സ്നേഹിതന്മാരെ പോലല്ലേ ഈ നാട്ടിൽ ജീവിക്കുന്നത്. അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ മതം മനുഷ്യനെ മറക്കുന്ന കറുപ്പാണെന്ന് നിങ്ങൾ മറന്നു വരുന്നത് എത്ര പേർക്കാ? ഈ ബേജാറാണ്ടിരിക്കുന്ന ചന്ദ്ര. അല്ല, അതൊക്കെ പോട്ടെ. നമ്മുടെ ചിഹ്നമോ വന്ന ഇന്ന് വരുന്ന പറഞ്ഞിരിക്കുന്നത് പടച്ചോ കാറ്റ് കണ്ണീ കൊല്ലന്റെ പാട്ട് ഇപ്പൊ കൊണ്ടെന്ന് പറഞ്ഞാ മതി. ആ തിളച്ച വെള്ളങ്ങാനും അമ്മ വീണേന് പാരോ ഓളെ മേത്ത വീണിച്ചെങ്കിലോ റബ്ബ് കാത്ത്. എല്ലാ അന്റെ കമ്പനിയിലെ പണിമുടക്കൊന്നും തീർന്നില്ലേ? അത് എളുപ്പം അവസാനിക്കുമെന്ന് തോന്നില്ല ചന്ദ്രമാനിക്ക. മുതലാളിമാർ ഭയങ്കര പിടിവാശിയില്ല. കൂടിക്കാച്ചിന് പലതും കഴിഞ്ഞു. ഓർക്ക് പിടിവാശിയാവാലോ. ഇതിന്റെ പേര് ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട തൊഴിലാളികളല്ലേ? അത് തന്നെയാണ് അവരുടെ ആവശ്യം. പക്ഷേ ഗതിമുട്ടിയ തൊഴിലാളികൾ ജോലി പ്രവേശിക്കുമെന്ന മുതലാളിമാർ കരുതുന്നത്. എന്ത് വന്നാലും ശരി സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂണിയന്റെ തീരുമാനം. എന്തായാലും നിങ്ങളെ പടച്ചോ കാക്കട്ടെ. നമ്മൾ പോവാണ് പോലെ ഓടുന്നത്. ഓടിയേ അത്രമാർക്കിന്നെ തെറ്റിദ്ധരിച്ച്. എടാ ഞാൻ ഓടില്ലായിരുന്നു. ഞാനില്ല ഒന്നാറ് പിടിച്ചു കൊടുത്തു. അതാണ് ഞാൻ അങ്ങോട്ട് പോയത്. എടാ അന്യ എന്റെ സ്നേഹിതന് നമ്മൾ കാണാനായിട്ട് ഇരിക്കുന്നടാ.
എന്തേ മന്ത്രി ലെവലിൽ എല്ലാ കാര്യം സാധിക്കാട്ടാ. ഇന്ദ്രന്റെ അമ്മക്കൊരു പുയ്യാപ്പിള്ള ഉണ്ടാക്കാൻ നിങ്ങൾ ബഹളം വെക്കാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറയാത്ര അവനക്കാ. ആദ്യം എന്താന്ന് എനിക്ക് അറിയില്ലടാ. ഓ ഓ ഓ മറ്റേ കാര്യം അതൊക്കെ ഞാൻ പറഞ്ഞു ശരിയായിട്ടുണ്ട്. നിങ്ങൾ നേരെ ഓഫീസിലേക്കാണ് ചെല്ലി പൈസ വാങ്ങിട്ട് പോരി. നമ്മളവിടെ ചെന്നതാണല്ലോ, ഞമ്മക്കെന്താ പിന്നെ കാശ് കിട്ടാത്ത? അതാണ് ഇപ്പൊ ഞാനും ആലോചിക്കുന്നത്. ഓഫീസറെ കണ്ട് ഞാനൊന്ന് കാര്യം പറഞ്ഞതാ. ഈ പുള്ളിക്കാരനെങ്ങാനും മറന്നുപോയതോ? അല്ല പിന്നെ ഓഫീസറിന് ശേഷം കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പാർട്ടി മാറി തിരക്കായിരുന്നു. ഈ പിന്നെയും പാർട്ടി മാറി. ആ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പാർട്ടിക്ക് ഞാനാണ് മാറി. എന്തൊരു സ്വീകരണമായിരുന്നു. ആർക്ക് മന്ത്രിക്കാ? അല്ല എനിക്ക്. എല്ലടാ ഇപ്പൊ എത്രാമത്തെ പാർട്ടിയാ മാറുന്നത്? ഇതിപ്പോ 13ാമത് പറ്റിയ വെറുതെ അല്ലാതെ ഓന്ത് പറയുമ്പോന്ന് വിളിക്കുന്നത്. എല്ലടാ ഈ മാറാൻ വല്ല പാർട്ടി ഉണ്ടെനിക്ക് ഉണ്ടല്ലോ. പാർട്ടികൾ ഇങ്ങനെ കിടക്കില്ലേ ഡസൻ കണക്കിന്. ഇപ്പള്ള പാർട്ടിയും ഞാനും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായ അപ്പ മാറും. എനിക്കതൊരു പ്രശ്നമല്ല. ഇല്ല. അപ്പൊ എന്റെ സ്നേഹിതം നീർക്കോലിപ്പ് ഏത് പാർട്ടിയിലാ? മത്തായിന്റെ കൂട്ടുകാരനായിരുന്നു. ശത്രുവാണ്. ഒരിപ്പോഴും പഴയ ആളില്ല പാർട്ടിയിൽ തന്നെ. ഇപ്പോൾ ഞങ്ങളുണ്ട് ധ്രുവങ്ങളെ പോലെയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും. അത്ര മാനിക്കാതെ എന്ത് കാരണങ്ങൾ ഇന്നോട് പറഞ്ഞാ മതി, ഞാൻ നടത്തിത്തരാം. നിങ്ങളെ മകളെ കെട്ടിക്കണ മകനെ കെട്ടിക്കണ പൊര കെട്ടണം. ഇപ്പൊ നിങ്ങൾക്ക് കെട്ടണം. ഇതിന്റെ പൊര കെട്ടിയാ മതി. ഇനി നമ്മൾ അന്നെ വിശ്വസിക്കൂല. എന്റെ കാശ് മര്യാദക്ക് തന്നു ചെയ്യും. എന്തൊരു മനുഷ്യരാണ്. കാശ് വരും പോവും. അല്ല ജാഹിൽ അന്നോടാ നമ്മൾ പറഞ്ഞ കാശ് തന്നു ചെയ്യും. അത്രമാനിക്ക് അപമാനിക്കാൻ നോക്കരുത്. ഞാനിന്നൊരു ഭരണപക്ഷ പാർട്ടിയുടെ നേതാവാണ്. അവിടെ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇജൊരു നേതാവ് ഇജു എന്റെ നീർക്കോലിന്റെ കാശ് തന്നില്ലെങ്കിൽ എന്റെ കൊടല് നമ്മൾ എടുക്കൂ. അല്ല പിന്നെ എന്റെ ദൈവമേ, എന്റെ കൊണ്ടാണ് കൊണ്ടുപോണേ. എന്തൊരു മനുഷ്യനാണ്. എന്ത് പറ്റി വരുമോ? ഇല്ല അയാളിന് കാര്യമായ വേദന ഉണ്ട് തോന്നുന്നു. നല്ല തണ്ടും തടിയുണ്ടല്ലോ. വല്ല പണിക്കും പോയി ചോദിക്കൂടെ? ഇങ്ങനെ ജനങ്ങളെ പെറ്റിച്ചടക്കുന്നു. പൊതുജനസേവനം ഒരു മഹത്തായ ജോലിയാണ്. ഇങ്ങനെ ജനങ്ങളെ സേവിക്കരുത്. അവർ കൈയിട്ട് വാരിക്കളയും. പിന്നെ പരമവിന്റെ ഒരു പൊടി പോലും കാണില്ല ഇവിടെ. ആക്രമിക്കുന്നത് ഇവിടെ ഒരു പതിവായിരിക്കുകയാണ്. ഈ ദുഷിച്ച പ്രവണത മാറാതെ നമ്മുടെ നാട് ആദ്യം മാറുന്നത് തന്നെ പോലുള്ള ആൾക്കാരാണോ? സാമൂഹികമായി ബോധമില്ലാത്തവർ സാമൂഹിക പ്രവർത്തകരെ കളിയാക്കുന്നു. തന്നെ പോലുള്ള വിഴുപ്പുപാടുകളെ ചുമക്കാനാ പാവം ഈ ജനങ്ങളുടെ വിധി. പിന്നെ അദ്രാമാനൊക്കെ തന്റെ വയറിനെ കുത്തിയിട്ടുള്ളൂ. നാളെ ഈ ജനങ്ങൾ നിന്നെ ഈ പുഴയിൽ കെട്ടിത്താഴ്ത്തും. അത് ഓർത്ത് കളിച്ചോളി. നിങ്ങൾക്ക് അത്രയും ബുദ്ധിയൊന്നും കൊടുക്കല്ലേ. ചിന്നമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിയായിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നിടും? അങ്ങനെ തന്നെ. അല്ല നടക്കാൻ പ്രയാസം വരുന്നുണ്ടോ? അല്ല ഇടതുകാലിലാണല്ലോ ചുടുവെള്ളം വീണത്. അതൊരു പക്ഷെ അസ്ഥിയെ ബാധിച്ചിട്ടുണ്ടാവും. താനൊന്നും വിട്ടാതിരിക്കണ്ടോ? അച്ഛനോടെ പോയി കളിച്ചോ. അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ചാ കശുമായി തോട്ടത്തിൽ വിഗ്രഹം കണ്ടെടുത്ത കാര്യം പറയുന്നത് ഉടനെ അങ്ങോട്ട് ഓടി. ഒരു സബ്ജക്ട് മക്കളെക്കാ വരുന്ന കുരിശി ഒന്നും മിണ്ടാതിരിക്കണം. 2 ആഴ്ചത്തെ ആശുപത്രി ജീവിതം ചിന്നമ്മയെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. താനൊന്നും പോകുന്നുണ്ടോ അവിടുന്ന്? ഇനി അഥവാ വേദന തോന്നിയാലും മരുന്ന് പുരട്ടിയാൽ മതി, മാറിപ്പോകും. മര്യാദക്ക് പോടേ പറ്റത്. ഞാൻ പോവില്ലേ. കൊല്ലിമൂലയിൽ ഒരു ചർച്ചായോഗമുണ്ട്, രാഷ്ട്രീയ ചർച്ചായോഗം. അങ്ങോട്ട് പോവേണ്ടി ഇറങ്ങിയതാണ്. പൂള് വഴിക്കൂടെ കരുതുള്ളൂ. ചിന്നമ്മേ ബായ്. ചന്ദ്ര ഞാൻ വരണം. മോളെ ഞാൻ കന്നുകാലികൾക്ക് 2 മുടി വൈക്കോലിട്ട് എടുത്തിട്ട് വരാം. ചില സംഭവിച്ചു. ഞാൻ ആകെ പേടിച്ചു പോയി. ഇതെന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാ. എന്റെ വിവാഹത്തെ പറ്റി അബദ്ധം സംസാരിച്ചപ്പോ ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. തിരക്കിന്റെ ചൂടുവെള്ളമാണ് അടുത്തുന്നവർക്ക് പോലും ഞാൻ ഓർത്തില്ല. നിന്റെ കല്യാണത്തെ കുറിച്ച് പറയുമ്പോ നീ സന്തോഷിക്കല്ല വേണ്ടത്.
ഞാൻ ഏത് കാര്യത്തിനായിട്ട് സന്തോഷിക്കുമെന്ന് ചേട്ടൻ അറിയില്ലേ? അത് ആലോചിക്കാതിരിക്കല നമുക്ക് നല്ലത്. എനിക്കതിന് കഴിയില്ല. നമ്മൾ ഒരുപോലെ ദുഃഖിക്കേണ്ടി വരും ചിന്നമ്മേ. അന്ന് ഞാൻ ജീവിച്ചിരിക്കില്ല. ചിന്നമ്മേ, ചന്ദ്ര, ചന്ദ്ര, നീ ഇന്ന് ടൗണിലേക്ക് എങ്ങാനും പോകുന്നുണ്ടോ? എന്താ വെച്ചാ? ചിന്നമ്മക്ക് ഒരു ഓയിൻമെന്റ് വാങ്ങാനുണ്ട്. കുറിപ്പും പൈസ ഞാൻ തരാൻ കേട്ടോ. കിടക്കണമെങ്കിൽ പാലിച്ച് തരാൻ മോളോ. ചേട്ടാ, ഇവിടെ ക്രിസ്ത്യാനികൾ വിചാരിച്ചാൽ ഹിന്ദുക്കളെ ചുക്കും ചെയ്യാൻ കഴിയില്ലല്ലോ. വേണമെങ്കിൽ കളി ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്ത് പറ്റി കുറിപ്പമാവ? ആ വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് തന്നെ അവന്മാർക്ക് കുരിശ് സ്ഥാപിക്കണമെന്ന്. അത് നടപ്പുള്ള കാര്യമാണോ? ഒക്കെ ജീവനുണ്ടെങ്കിൽ ഞങ്ങളത് സമ്മതിക്കില്ല. അച്ഛനെ ചൂടാവുന്നത്? ചൂടാകാൻ കാര്യമുണ്ടടാ. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് ക്ഷേത്രം പണിയാനുള്ള പണിതുകൊള്ളൂ. അതിനെന്താണ് ഇവിടെ തടസ്സം? ആ കുരിശ് ഒരു തടസ്സമാ. വിഗ്രഹത്തിന് മുന്നിൽ കുരിശ് സ്ഥാപിച്ചാൽ അമ്പലത്തിലേക്ക് എങ്ങനെ തൊഴാൻ വരാൻ ആളുകൾക്ക് വരും. എന്റെ കുരിശന്റെ ദേവി കോപം ഉണ്ടാവുമെന്ന്. കുറുപ്പമാവ, വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നിന്നല്ലേ കുരിശും കണ്ടെടുത്തത്? വിഗ്രഹം അവിടെ പ്രദർശിക്കാമെങ്കിൽ കുരിശ് സ്ഥാപിക്കുന്നത് എന്താണ് തെറ്റ്? തെറ്റ് തന്നെയാടാ, തെറ്റ് തന്നെയാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഒരു പള്ളിട്ടായിരുന്നല്ലേ? ശുദ്ധ അസംബന്ധം. ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞതും പച്ച കള്ളമാണ്. അച്ഛനൊന്നും ആവശ്യമുള്ള കാര്യം ഇടപെടാ. ഇടപെടപ്പെടാ, ഇടപെടും. ഇത് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ പ്രശ്നമാ. ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്കും പ്രശ്നമുണ്ടെന്ന് കുറുപ്പമാവൻ മറക്കണ്ട. നിന്റെ അപ്പൻ വർക്കി എന്നോട് ഇതുവരെ കുറച്ചിട്ട് ഒന്നും നേടിയില്ല. എന്നിട്ടാണോ നീ? അച്ഛനൊന്നും നിർത്തുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലടാ നിർത്താൻ. ഇവന്റെ അപ്പൻ വർക്കി എന്താ പറഞ്ഞത് നിനക്കറിയോ? വേണ്ടി വന്നാൽ വിഗ്രഹം പിഴുതു മാറ്റിയിട്ടവിടെ കുരിശ് സ്ഥാപിക്കുമെന്ന് അവൻ എന്നോടൊന്ന് പറയാൻ പാടുള്ളൂ. അച്ഛൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും അങ്ങോട്ടും പറഞ്ഞു? പറഞ്ഞടാ, പറഞ്ഞ് അവന്റെ വിഗ്രഹം കുരിശു കൊണ്ട് മറ്റെവിടെയും സ്ഥാപിക്കാൻ. അത് പറയാ അച്ഛനെന്താ അവകാശം? എനിക്ക് അവകാശമുണ്ടടാ. ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാ. വിഗ്രഹത്തിനടുത്ത് കുരിശ് സ്ഥാപിക്കാൻ ഞങ്ങളും സമ്മതിക്കില്ല. എന്താ പിന്നെ നിന്റെ അച്ഛൻ പറയുന്നത് കേട്ടോ? നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കില്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കും. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നിന്നല്ലേ കുരിശും കണ്ടെടുത്തത്? വിഗ്രഹം അവിടെ പ്രവേശിക്കാനും കുരിശ് സ്ഥാപിക്കാനും ഇരു കൂട്ടർക്കും തുല്യ അവകാശമാണുള്ളത്. ഞാനൊന്നും പറഞ്ഞേക്കാം. നിന്റെ അപ്പ വരുമ്പോ അപ്പത്തിനോട് പറഞ്ഞേക്ക് ഹിന്ദുക്കളുടെ നേരെ കുതിര വന്ന വെട്ടി നുറുക്കുമെന്ന്. അച്ഛൻ പറഞ്ഞൊന്നും നീ കാര്യാക്കണ്ട. ചിന്നമ്മേ, ചന്ദ്രനെന്തോ ഒറ്റക്ക് മുറ്റത്ത്? പിന്നെന്താ ഒരു 10-15 നിൽക്കണം. ഞാൻ വെറുതെ ചോദിച്ചതാ. ചിന്നമ്മയെ കൊണ്ട് തങ്കച്ച വന്നോ ചന്ദ്ര? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? കുരിശ് കണ്ടെടുത്തുകൊണ്ടുള്ള എന്തെങ്കിലും ആണോ ചന്ദ്രനെ? എടാ മത്തായി, നാട്ടുകാര് പറയുന്നത് കേട്ട് നീ എന്തിനാ ഇവനെ സംശയിക്കുന്നത്? അവൻ അങ്ങനെയുള്ള ആളല്ല. ആ കുറുപ്പ് അയാളുടെ വിവരക്കേട് കൂടെ എന്തൊക്കെയോ പറഞ്ഞു. ഞാനും അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു. ആനതപ്പ തന്നെ മറന്നു കേട്ടോ ചന്ദ്ര? അറിയുമല്ലോ, നമ്മുടെ നാട്ടിലെ ആൾക്കാരാണെങ്കിൽ ഒരു ന്യൂസ് കിട്ടാൻ വേണ്ടിയിരിക്കല്ലേ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചാ രണ്ടുപേരും കൂടി വഴക്കിട്ടത്. അപ്പൊ പിന്നെ ന്യൂസ് ഫ്ലാഷിംഗ് ആവുമല്ലോ. അല്ലെങ്കിലും പുരുഷവർ സ്ഥാപിക്കുന്നുണ്ട്, അയാൾക്ക് എന്താ പ്രശ്നം? ഇത്തരം ആളുടെ വാക്കേട്ടിട്ട് നിങ്ങൾ എന്തിനാ അവരുടെ കുഴപ്പമുണ്ടാക്കിയത്? അവരെ പോലെ അവകാശം ഞങ്ങൾക്കുമില്ലേ? ആവശ്യമുള്ള കാര്യത്തിലെ വർക്കിച്ചേട്ട ഇടപെട്ടുള്ളൂ. കുരിശവർ സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ എതിർഭാഗം തടസ്സം നിന്നപ്പോൾ മാത്രമാണ് വർക്കിച്ചേട്ട ഇടപെട്ടത്. ശരിയാണ്, അവിടെ കുരിശ് സ്ഥാപിക്കുന്നത് അയാൾക്ക് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. വിഗ്രഹത്തിനടുത്ത് കുരിശ് വെക്കാൻ സമ്മതിക്കില്ല. അത് താനല്ലോ തീരുമാനിക്കേണ്ടത്, ഞങ്ങളാണോ? വേണ്ടി വന്നാൽ ഞങ്ങളുടെ പള്ളി പണിയോടോ. അതിന് ചുഴലവർ ഈ കരയില്ല. നീർക്കോലി ഉണ്ടോ? ഈ ഞാനുണ്ടോ? വർക്കി മേപ്പുറത്ത് ഔസേപ്പുവാൻ വർക്കി, പിന്നെ കോഴിപ്പുറത്തുലവല്ല മകൻ മത്തായി എന്ന് ഞാൻ. അച്ഛാ,
നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിനെ പേര് ഇങ്ങനെ തമ്മി തന്നെ അത് നിന്റെ അച്ഛനോട് പറയടാ. പറയണമെന്നില്ലടാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാമെന്നാൽ വിട്ടുകൊടുക്കുന്നവനല്ല ഈ കുറുപ്പ്. ഈ ഞാനും അങ്ങനെ തന്നെയാ. അപ്പൊ നീ കുഴപ്പമുണ്ടാക്കാൻ വന്നാണല്ലേ? കുഴപ്പമുണ്ടാക്കാൻ വന്നത് താനെന്നോ? അവിടെ കുരിശ് സ്ഥാപിക്കുന്നത് തനിക്കെന്താണോ നഷ്ടം? വിഗ്രഹത്തിനടുത്ത് കുരിശ് സ്ഥാപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് എന്നാര് പറഞ്ഞു? ഞങ്ങളാണ് പറയുന്നത്. വിഗ്രഹത്തിനടുത്ത് കുരിശ് വെച്ചതുകൊണ്ടോ കുരിശിനടുത്ത് വിഗ്രഹം വെച്ചതുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പിന്നെ നിങ്ങൾ എന്തിനാ തല്ലൂർന്നേ? പോടാ അവിടുന്ന്. പ്രശ്നം ഉണ്ടാകില്ല പോലും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ അവിടെ കുരിശ് സ്ഥാപിക്കുകയും ചെയ്യും, പള്ളി പണിയുകയും ചെയ്യും. ഒന്ന് എല്ലാത്തിനെയും അരിഞ്ഞു വീഴ്ത്താം. പിന്നെ ഞങ്ങളുടെ കൈ എന്താണോ മാങ്ങാ പറിക്കാൻ പോയേക്കുന്നോ? അതേടാ, വർക്കി തന്നെയാണോ പറയുന്നത്? നാശത്തിനാണെന്നൊക്കെ അത് ഞാൻ സഹിച്ചു കൊള്ളാം. കുറുപ്പമ്മ വന്ന് പോകും. തന്റെ അപ്പനോട് പറയണ പാട്ടി. കാര്യമൊക്കെ ശരിയാ, പക്ഷെ എന്റെ മകനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ താൻ എന്ത് ചെയ്യൂ? നിന്നെ പല്ലടിച്ചാൽ താഴെ ഇടും. കണ്ടോ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണം. ഇപ്പൊ പോകുന്നില്ല. ചേട്ടാ ചന്ദ്ര, നീ അച്ഛനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ഞാനിപ്പോ പോകുന്നില്ലടാ. എന്റെ വീട്ടുമുറ്റത്താ ഞാൻ നിൽക്കുന്നത്. എന്നോട് പോകാൻ പറയാൻ താനാരാ? താൻ തന്റെ വീടിന് അകത്തോ പുറത്തോ എവിടെ ചെന്നോ, പക്ഷെ എന്റെ മുറ്റത്താട്ട് കളിക്കാൻ വന്നിട്ടുണ്ടല്ലോ. വന്നാ താൻ എന്ത് ചെയ്യൂ? വന്നു നോക്കടാ, അപ്പൊ കാണാം. ഇന്ന് ഞാൻ നീ എന്റെ അപ്പച്ചനെ തല്ലിയല്ലോ. തന്റെ അച്ഛനെ വിളി. എന്റെ അപ്പച്ചനെ തല്ലിയാലേ വരുന്ന വിളിയാ. തന്റെ അച്ഛനെ വിടാനാ പറഞ്ഞത്. ഇതെന്നെ വാടാ, അച്ഛനെ വിടാം. നമുക്ക് നോക്കാം. നീ ഓർത്തോ, ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പറഞ്ഞേക്കാം. പരിഹാരം വേണമെന്നാണ് എന്റെയും ആഗ്രഹം. അതിന് ഏതച്ഛൻ വരെ പോകാനും ഞാൻ ഒരുക്കമാണ് ചിന്തമേ. അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തു. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാൻ ചിന്തമേ. ചിന്തമേ ചിന്നമ്മേ, എടീ എന്നോട് ക്ഷമിക്കൂ. അത് ഈ ജന്മം നടക്കില്ലടാ. അതിന് മാത്രം കുറ്റം ഞാൻ ചെയ്തു തങ്കച്ച. ഇല്ലേ, നീ ചെയ്തില്ലേ? നിന്റെ അച്ഛൻ എന്റെ അപ്പച്ചനെ തല്ലി, നീ എന്നെ തല്ലാൻ പറ്റൂ. അത് തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. വേണ്ട, നീ സമ്മതിക്കണ്ട. നീ എന്ത് പറഞ്ഞാലും ശരി, ഈ വീട് എനിക്ക് മറക്കാൻ കഴിയില്ല. അതെനിക്ക് മനസ്സിലായടാ. ഈ വീട് നിനക്ക് മറക്കാൻ പറ്റാത്തതാണെന്ന്. അതുകൊണ്ടല്ലേ എന്റെ പെങ്ങള് പൊത്തി ഈ മുറ്റത്ത് നിന്ന് കിന്നരിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ നിന്റെ പെങ്ങളെ സ്നേഹിക്കുന്നു തങ്കച്ച. ചന്ദ്ര, അതെ, ഞങ്ങൾ അന്യോന്യം ഇഷ്ടപ്പെടുന്നു. എടാ, നീയെങ്കിലും ഞങ്ങൾ അനുകൂലിക്കുമെന്ന് ഞാൻ കരുതി. നിർത്തറ പട്ടി. ഇതേപ്പറ്റി ഒരു അക്ഷരം വേണ്ടി പോയാ നിന്റെ നാക്കി ഞാൻ പിടിതെടുക്കും. തങ്കച്ച അങ്ങനെ വാശി പിടിക്കരുത്. എന്താണോ വാശി പിടിച്ച? ഒരു അന്യമതക്കാരന് എന്റെ പെങ്ങളെ കെട്ടണമെന്ന് പറയുമ്പോ ഞാനിത് ശിരസ വഹിക്കണോ? എന്താ അന്യമതക്കാരൻ പുരുഷനല്ലേ, മനുഷ്യനല്ലേ? ദൈവമാണെങ്കിൽ പോലും ഞാനതിന് സമ്മതിക്കില്ല. ഒരുപക്ഷെ നിന്റെ സമ്മതിക്കില്ല, ഒരാളുടെ സമ്മതിക്കും ഞങ്ങൾ കാത്തില്ലെങ്കിലോ? സംഭവിക്കില്ലടാ. ഈ തങ്കച്ചന പറയുന്നത് സംഭവിച്ചാൽ പിന്നെ നീ ജീവനോടെ ഇരിക്കില്ല. എന്നോട് കേറി പോകാനാ പറഞ്ഞേ. കേറിപ്പോടി അകത്ത്. ചേട്ടാ, ചന്ദ്രനെ ഞാൻ സ്നേഹിക്കുന്നു. ചന്ദ്രനെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല. എടീ,